പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ ഉച്ചാരണം അവൻ ആരാണെന്ന് വെളിപ്പെടുത്തും, ഏത് രാജ്യക്കാരനാണെന്ന് വെളിപ്പെടുത്തും, ഏത് ഭാഷക്കാരനാണെന്ന് വെളിപ്പെടുത്തും. വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവൻ്റെ ഉച്ചാരണത്തിലുണ്ട്. ഒരിക്കൽ പത്രോസിനോട് ഒരു ബാല്യക്കാരത്തി പറഞ്ഞു, നിൻ്റെ ഉച്ചാരണം നീ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവനാണെന്ന് വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ കുറേ നാൾ യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവൻ്റെ പഴയ ഉച്ചാരണം മാറി ഒരു പുതിയ ഉച്ചാരണം അവന് ലഭിച്ചു. വാക്കുകളുടെ വടിവുകൾക്ക് അല്ലെങ്കിൽ ആ വാക്യ ശകലങ്ങൾക്ക് നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും അവൻ എങ്ങനെയുള്ളവനാണ് എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലാണോ അതോ ഒരു ജാതീയ സ്വഭാവമുള്ളവനാണോ എന്ന് വെളിപ്പെടുത്തും. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ജാതീയമെന്ന് പറഞ്ഞാൽ അക്രൈസ്തവരെ ഉദ്ദേശിച്ചല്ല, ദൈവത്തെ താൽക്കാലികമായി ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് പുറന്തള്ളുന്നതായ ഒരു സ്വഭാവക്കാരനാണ് ജാതീയൻ. നേഷൻസ് ഈ ലോകത്തിൻ്റെ മക്കൾ. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ആ ദൈവത്തെ എപ്പോഴും ആവശ്യമുള്ളവരാണ്. അനുഗ്രഹത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ആപത്തിലും അനർത്ഥത്തിലും സന്തോഷത്തിലും ഉല്ലാസത്തിലും അസമാധാനത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലുമെല്ലാം അവന് ദൈവത്തെ ആവശ്യമാണ്. ദൈവത്തോടുള്ളതായ ബന്ധം അവന് പുലർത്തിക്കൊണ്ടിരിക്കും. ശിഷ്യന്മാരോട് കർത്താവ് ഒരിക്കൽ വളരെ കർശനമായ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ തിരിച്ചറിയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 31, 32, 33 വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ആകയാൽ നാം എന്തു തിന്നും, നാം എന്തുടുക്കും, നാം എങ്ങനെ ചെലവ് കഴിയും, നാം എങ്ങനെ ഉറങ്ങും, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ വിചാരപ്പെടരുത്. ഇതൊന്നും ഓർത്ത് നിങ്ങൾ അസമാധാനപ്പെടേണ്ടവരായി തീരരുത്. നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനത്തെയും ദൈവത്തോടുള്ള ബന്ധവും തകർക്കുവാൻ ഇതിനൊന്നും നമ്മൾ അവസരം കൊടുക്കരുത്. കാരണം ഇതൊക്കെയും ജാതികൾ ചെയ്യുന്ന കാര്യമാണ്. അതൊരു വലിയൊരു വെളിപ്പാടാണ്. കർത്താവ് പറഞ്ഞു, അതെങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളുവാൻ കർത്താവ് പറഞ്ഞ കാര്യത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് എപ്പോഴും ഉണ്ണുന്നതിനെക്കുറിച്ചും ഉടുക്കുന്നതിനെക്കുറിച്ചും ധരിക്കുന്നതിനെക്കുറിച്ചും ഇല്ലെങ്കിൽ വസിക്കുന്നതിനെക്കുറിച്ചും ഇങ്ങനെയൊക്കെ നമ്മൾ തിന്നുന്നതിനെയും കുടിക്കുന്നതിനെയും ഒക്കെ നമ്മൾ ചിന്തിച്ചും കൊണ്ടിരുന്നാൽ നമ്മൾ ജാതിയിൽപ്പെട്ടവനാണ്. കാരണം ഇതൊക്കെയും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല. എ ടെമ്പററി ഫെയ്ത്ത്. ദൈവത്തെ പെർമനൻ്റായിട്ട് ആവശ്യമില്ലാത്ത ഒരു കൂട്ടരെ ജാതികളെന്ന് തിരുവചനം വിളിക്കുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെയൊന്നുമുള്ള വിചാരമില്ല. അവനിൽ എപ്പോഴും സമാധാനം ഉൾക്കൊള്ളും. അവനൊരു പക്ഷെങ്കിൽ ദാരിദ്ര്യമായിരിക്കാം, എന്നാൽ അവൻ്റെ ദാരിദ്ര്യത്തെ അവൻ്റെ വിശ്വാസത്താൽ അവൻ ജയിക്കും. കർത്താവ് പറയുകയാണ്, ഈ വക കാര്യങ്ങളൊക്കെയും ജാതികൾ അന്വേഷിക്കുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുമ്പേ അവൻ്റെ രാജ്യം, അവൻ്റെ നീതി ഇത് അന്വേഷിക്കണം. ആ അന്വേഷണത്തിന് ഒരു അന്വേഷണകർത്താക്കളായി നിങ്ങൾ മാറണം. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിൻ്റെ രാജ്യം എങ്ങനെയാണ് ഇരിക്കുന്നത്? നിൻ്റെ രാജ്യം എപ്പോൾ വരും? നിൻ്റെ രാജ്യത്തെ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ആവശ്യം? ഞങ്ങൾക്കുള്ളതായ പോരായ്മ എന്താണ്? ഞങ്ങളിലുള്ളതായ ന്യൂനവശം എന്താണ്? അങ്ങനെ ആ ന്യൂനവശത്തെക്കുറിച്ചുള്ളതായ ഒരു ധാരണ ലഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥന. അതിനുശേഷം നീതിപൂർണമായ ഒരു ജീവിതം എനിക്കെങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതായ ഒരു തിരച്ചിൽ ദൈവസന്നിധിയിൽ കഴിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൈവം അവൻ്റെ അടുത്ത് വരും. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നാൽ നിങ്ങളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് സമ്പത്ത് ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്, ഉടുക്കുവാനും കുടിക്കുവാനും ധരിക്കുവാനും എല്ലാം ആവശ്യമാണ്. അത് ദൈവം അറിയുന്നു.
ഇങ്ങനെ ദൈവം നിങ്ങൾ ചോദിച്ചതിന് മറുപടിയുമായി നിങ്ങളുടെ സന്നിധിയിൽ വരുമ്പോൾ അതോടുകൂടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ളതായ നല്ലതുപോലെ ചമയിച്ചിരിക്കുവാൻ, ചമയമായിരിക്കുവാൻ, സൗന്ദര്യമുള്ളവരായിരിക്കുവാൻ, ഐശ്വര്യപൂർണ്ണമുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്കതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് തരും. അതെങ്ങനെയാണ് ചേർത്ത് തരുന്നത്? ദൈവം അമിതമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ തരും. എന്താണെന്നറിയാം? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെ വിശ്വാസത്തെ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുമോ? വിശ്വാസത്തെ നമുക്ക് ക്രയവിക്രയം ചെയ്യുവാൻ കഴിയുമോ? മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ കുറച്ച് വിശ്വാസം എനിക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വാങ്ങുമോ? ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് വിശ്വാസം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ചന്തയിൽ നിന്ന് നമുക്ക് വാങ്ങുവാൻ കഴിയുമോ? ഇല്ല. അത് ദൈവം തന്നെ തരണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ അവന് ജീവിക്കുവാൻ ആവശ്യമായി ദൈവം കൊടുക്കുന്നത് വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസത്തിൻ്റെ മേന്മ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവൻ്റെ ജീവിതത്തിൽ സകലതും ദൈവം പോരായ്മ കൂടാതെ, കുറവ് കൂടാതെ അളന്ന് നല്ലതുപോലെ അമർത്തി കുലുക്കി അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ദൈവം അവനെ പോഷിപ്പിക്കും എന്നുള്ളതായ ഒരു വിശ്വാസം അടിസ്ഥാനമായി അവൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്നു. ഒരിക്കൽ ശിഷ്യന്മാർക്ക് മനസ്സിലായി, സാധാരണ വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. തോറ്റുപോകുന്ന പല സന്ദർഭങ്ങളും. അങ്ങനെ പത്രോസും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ചേർന്ന് കർത്താവിനോട് ഒരിക്കൽ പടകിൽ വെച്ച് പറയുകയാണ്, കർത്താവേ, ഗുരു, ഞങ്ങൾക്ക് സാധാരണ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. എന്നാൽ ഈ വിശ്വാസം കൊണ്ട് നീ ചെയ്യുന്നതായ കാര്യങ്ങളിലേക്ക് ഒരു പ്രവേശനം ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ ഞങ്ങളോട് കരുണയുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ശലോമോൻ ദൈവത്തോട് അപേക്ഷിക്കയിൽ തൻ്റെ ദൈവത്തിന് വേണ്ടി പണിതതായ ആലയം, ആ ആലയത്തിൽ തൻ്റെ നിക്ഷേപങ്ങളും സമ്പത്തും പൊന്നും വെള്ളിയും തൻ്റെ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന സകലതും എടുത്ത് ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി അതിനെ അലങ്കാരപ്പെടുത്തി പണിഞ്ഞു. ഇങ്ങനെ പണിഞ്ഞപ്പോൾ ഒരു പക്ഷെങ്കിൽ അവൻ്റെ ഭണ്ഡാരത്തിലെ സ്വർണം മുഴുവനും അങ്ങ് തീർന്നു പോയെന്നിരിക്കട്ടെ. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവനോട് ചോദിക്കുകയാണ്, ശലോമോനെ, നിനക്കാവശ്യമുള്ളത് എന്താണ്? എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. അപ്പോൾ അത്യുന്നതനായ ദൈവത്തോട് സംസാരിക്കുവാൻ ഒരവസരം ലോകത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തതായ വലിയൊരു പുണ്യമായ ഒരവസരം ഇതാ ശലോമോൻ്റെ മുൻപിൽ വന്നു വീണിരിക്കുന്നു. ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? കർത്താവേ, ഞാൻ എടുത്തെൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ചെലവഴിച്ചതായ സ്വർണം മുഴുവനും എനിക്ക് റീപ്ലേസ് ചെയ്തു തരണമെന്ന് നമ്മൾ ചോദിക്കും. ഇല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞ് ദൈവം ഇങ്ങനെ നിൽക്കുമ്പോൾ, ദൈവം ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ അത് ഉണ്ടാകുന്നു, സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആ ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് ശലോമോൻ ചോദിച്ചതായ കാര്യം, ഈ ജനത്തെ നടത്തുവാൻ എനിക്ക് വിവേകവും ജ്ഞാനവും തരണം. അത് മാത്രം മതി. ആ വിവേകവും ജ്ഞാനവും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചെലവഴിച്ചതായ സ്വർണവും വെള്ളിയും സമ്പത്തുകളും ഒക്കെയും എനിക്ക് വീണ്ടും സമ്പാദിക്കുവാനുള്ളതായ ബലം എനിക്ക് കിട്ടും എന്ന് ശലോമോൻ മനസ്സിലാക്കി. ദൈവം അവനോട് പറയുകയാണ്, ശലോമോനെ, സാധാരണ രാജാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നതായ കാര്യം ധനം, സമ്പത്ത്, ദീർഘായുസ്, ശത്രു നിഗ്രഹം. ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയും, കർത്താവേ, എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമേ, ഞങ്ങളുടെ മിനിസ്ട്രിക്കെതിരായി പ്രവർത്തിക്കുന്ന ശത്രുവിനെ കത്തിയരിച്ച് ചുട്ട് കളയണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നശിപ്പിച്ച് കളയണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യാറുള്ളതാണ്. എന്നാൽ ദൈവം ആ പ്രാർത്ഥനയെ കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശലോമോൻ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനയുടെ മറുപടി ദൈവം കൊടുക്കുന്നത്, ശലോമോനെ, സാധാരണ മനുഷ്യരൊക്കെ എൻ്റെ സന്നിധിയിൽ വന്ന് ചോദിക്കുന്നത് ധനം, സമ്പത്ത്, ദീർഘായുസ്, ആരോഗ്യം, ബലം, യശസ്, ഇങ്ങനെയൊക്കെയുള്ളതായ ഉയർച്ചാപരമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കേട്ട് ഞാൻ മടുത്തു. എന്നാൽ നീ ഈ ജ്ഞാനവും വിവേകവും എന്നോട് ചോദിച്ചിരിക്കാൻ, ഇതൊക്കെയും നീ ചോദിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നിനക്ക് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ ആവശ്യത്തോട് നീ ചോദിക്കാതെ തന്നെ കൂട്ടിച്ചേർക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗത്തേക്ക് വരിക. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും. ഏത്? തിന്നാനുള്ളത്, ഉടുക്കുവാനുള്ളത്, കുടിക്കുവാനുള്ളത്, ധരിക്കുവാനുള്ളത്, പാർക്കുവാനുള്ളത്, സഞ്ചരിക്കുവാനുള്ളത്, നിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത്, നിനക്കുള്ളത്, കുടുംബത്തിനുള്ളത്, നിൻ്റെ സമൂഹത്തിനുള്ളത്, നിൻ്റെ സഭയ്ക്കുള്ളത്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിലുള്ളത്, നിൻ്റെ ജോലിക്ക് ആവശ്യമായിട്ടുള്ളത്, സകലതും അറിയുന്ന ഒരു ദൈവം, നീ ദൈവ പൈതലാണെന്നുള്ളതായ ഉറച്ച വിശ്വാസം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് നീ ഭാരപ്പെടരുത്. അവൻ്റെ രാജ്യത്തെയും നീതിയെയും കുറിച്ചുള്ളൊരു അന്വേഷണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ യോഗ്യതകളെക്കുറിച്ചുള്ള ഒരു ബോധപൂർണമായ ഒരു അന്വേഷണം, ഹൃദയത്തിൽ ദുഃഖത്തോടും വിചാരത്തോടും പരമാർത്ഥമായിട്ടുള്ള അന്വേഷണം. കർത്താവേ, എനിക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. അതിനെന്നെ യോഗ്യനാക്കണം. എൻ്റെ ജീവിതത്തിലെ അപൂർണതകളെ, പോരായ്മകളെ മനസ്സിലാക്കി തരണം. അങ്ങനെ മനസ്സിലാക്കി തരുവാൻ സ്വർഗം പ്രസാദിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആവശ്യമായിട്ടുള്ള സകല ചമയങ്ങളും നിനക്ക് തന്ന് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ ദൈവം നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അനേക കാര്യങ്ങൾ അക്ഷരികമായി നിൻ്റെ കയ്യിൽ ദൈവം തന്നെന്നിരിക്കത്തില്ല. അനേക കാര്യങ്ങൾ ദൈവം നിനക്ക് നീ ആഗ്രഹിക്കുന്നത് പോലെയും മോഹിക്കുന്നത് പോലെയും നിൻ്റെ കയ്യിൽ തന്നെന്നിരിക്കുകയില്ല. പക്ഷെങ്കിൽ അതുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ മാർഗം ദൈവം നിനക്ക് തരും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കുവാൻ ആവശ്യമായ, മരിക്കുവാനല്ല, ജീവനോടെ ഇരിക്കുവാൻ, ജീവനുള്ളവരുടെ ദേശത്ത് നീ സ്വസ്ഥനായിരിക്കുവാൻ, നീ പ്രമുഖനായിരിക്കുവാൻ, നീ വലിയ യശസ്സുള്ളവരായിരിക്കുവാൻ, മാന്യനായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, സകലതുമുള്ളതുപോലെ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ദൈവത്തോട് എപ്പോഴും നിൻ്റെ ആവശ്യങ്ങളെ പറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നവനായിട്ടല്ല, ധനവും മാനവും സമ്പത്തും ഉയർച്ചയും, എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നെല്ലാം ഓർത്തും കൊണ്ട് നീ കരയുന്നവൻ മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ എനിക്കിതെല്ലാം തന്നതിനായി സ്തോത്രമെന്ന് പറയുന്ന ആ ഒരു ഉച്ചാരണം, നിൻ്റെ വാക്കുകൾ നിന്നെ വ്യത്യസ്തനാക്കും. നിൻ്റെ വാക്കുകൾ നീ ആരാണെന്ന് നിന്നെ സ്വർഗത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. സ്വർഗം നിൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുമ്പോൾ ഒരു ദൈവ പൈതൽ അന്വേഷിക്കുന്നതായ അന്വേഷണമായി നിൻ്റെ വാക്കുകൾ മാറണം. അങ്ങനെയാണ് ദൈവം നിന്നിൽ പ്രസാദിക്കുന്നത്. പ്രസാദകരമായ ഒരു പ്രാർത്ഥന, അംഗീകാരമായ ഒരു പ്രാർത്ഥന, ദൈവം നിന്നെ സന്തോഷിപ്പിക്കുവാൻ തക്കുന്നതായ, നിന്നെ ഒരു മകൻ എന്നുള്ള രീതിയിൽ, ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ നിന്നെ കരുതത്തക്കതായ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനം നിന്നെ സഹായിക്കുമാറാകട്ടെ. ആ വചനം നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കുഞ്ഞുങ്ങൾക്കും പ്രസാദകരമായി, വിളക്കായി, പ്രകാശമായി, പ്രകാശധാരയായി, വഴികാട്ടിയായി തീരുവാൻ ഈ വചനം ഈ പ്രഭാതത്തിൽ നിന്നിൽ ഭവിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.